നമസ്കാരം. ഒരു ചൈനീസ് കമ്പനിക്ക് നൽകിയിരുന്ന ടെൻഡർ റദ്ദാക്കി അത് ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് ശ്രീലങ്ക. സൗരോർജ ഹൈബ്രിഡ് വൈദ്യുതി ഉൽപാദന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിനുള്ള കരാറാണ് ശ്രീലങ്ക ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. പദ്ധതി പുനരുജ്ജീവിപ്പിച്ചതായും ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ $11 മില്യൺ ഗ്രാന്റ് കൊണ്ടാണ് പൂർണ്ണമായും ഈ പദ്ധതി എന്നും ശ്രീലങ്കയുടെ ഊർജ മന്ത്രാലയം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലെ ബംഗളൂരു ആസ്ഥാനമായുള്ള യു സോളാർ എന്ന റിന്യൂവബിൾ സ്ഥാപനത്തിനാണ് ഈ സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഇപ്പോൾ ശ്രീലങ്ക നൽകിയിരിക്കുന്നത്. നേരത്തെ ചൈനീസ് കപ്പലുകൾ ശ്രീലങ്കൻ തീരം വഴി വരുന്നതും ഒരു വർഷത്തേക്ക് ശ്രീലങ്ക നിരോധിക്കുകയുണ്ടായിരുന്നു. തുടക്കത്തിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പയിലൂടെ ധനസഹായം നൽകിയ പദ്ധതി ചൈനയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയെ തുടർന്നാണ് 2 വർഷം മുൻപ് നിർത്തിവെച്ചിരുന്നത്. നമുക്കറിയാം, 1948 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു ശ്രീലങ്ക കടന്നുപോയത്. ഇപ്പോൾ അവർ അതിൽ നിന്നും പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 2230 കിലോവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള 3 സൗകര്യങ്ങളും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ നിന്നും വളരെ അകലെയല്ലാത്ത വടക്കൻ നഗരമായ ജാഫ്നയ്ക്ക് സമീപമുള്ള ദ്വീപുകളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ പദ്ധതി, അതിനുള്ള പ്രൊജക്ട്, ആ ടെൻഡർ നേരത്തെ ചൈനയ്ക്കായിരുന്നു ശ്രീലങ്ക നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചൈനയ്ക്ക് നൽകിയ ആ ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അത് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കൂടുതൽ അടുപ്പത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇടക്കാലത്ത് അവിടെ ചൈനീസ് ആധിപത്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുമായി ശ്രീലങ്കയ്ക്ക് ചെറിയ അകൽച്ചയും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു അവസ്ഥ പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പഴയതുപോലെ തന്നെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ശ്രീലങ്ക ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിവിധ ഇളവുകളും ശ്രീലങ്ക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നഷ്ടപ്പെട്ടു പോയ എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഇന്ത്യയെ ചതിക്കുന്നു ശ്രീലങ്ക എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിച്ച മറ്റ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ അടുപ്പം കണ്ട് അമ്പരക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.